ചേട്ടാ നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നത് ഇന്ന് അതായത് വീണ്ടും നമ്മൾ റോഡിലേക്ക് ഇറങ്ങേണ്ട, നമ്മളെ വിളിച്ചു വരുത്തേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് PWDയുടെ ഇൻ്റലിജൻസ് വിഭാഗം വന്ന് പരിശോധനയ്ക്ക് വന്നിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10 ടെസ്റ്റുകൾ 12 ടെസ്റ്റുകൾ എന്തൊക്കെയോ കഴിഞ്ഞ് നമുക്കറിയത്തില്ല. അപ്പം നമുക്കുള്ള ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ പിന്നെയും ഇവരെ എല്ലാം കൂടെ വെള്ളം പൂശാൻ വേണ്ടിയാണോ അവസാനം ഇവർ വന്നേക്കുന്നത് നമുക്കറിയത്തില്ല. നമുക്കായാലും മുന്നോട്ട് പോകാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. മുന്നോട്ട് നമുക്ക് പോകാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. വണ്ടിയൊക്കെ കയറി നമുക്ക് സംസാരിക്കാം. ഇന്ന് രാവിലെ നമുക്ക് ഈ തിരുവനന്തപുരത്ത് നിന്ന് PWDയുടെ വിജിലൻസ് വിഭാഗമാണെന്ന് പറഞ്ഞ ഒരു ആൾക്കാർ വന്നിരുന്നു. അവർ വന്ന് റാന്നിയിലുള്ള ഇവിടുത്തെ അവരുടെ PWDയുടെ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസേഴ്സും ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ വന്ന് അവർ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇതുവരെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല പോലും എന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്നുള്ള വിവരം. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ഈ നമ്മൾ നിലത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് ആകെപ്പാടെയുള്ള 2-3 ഐറ്റങ്ങളാണ്. അവർക്ക് നന്നായിട്ടറിയാം. വെറ്റ്മിക്സ് മെക്കാഡോ എന്ന് പറയുന്ന സാധനം പാറമടക്കളയെ കൊണ്ട് തള്ളുക അല്ലെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവർക്ക് ഇപ്പം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഈ ക്ലേ ആണ് ഇവിടെ തള്ളി നശിപ്പിച്ചേക്കുന്നുള്ളത്. അത് തന്നെയല്ല, ആ വെറ്റ്മിക്സ് മെക്കാഡത്തിന് വേണ്ടി മാത്രമാണ് 1,05,00,000 രൂപ അതിനുവേണ്ടി മാത്രമാണ് കൊടുത്തേക്കുന്നത്. ആ സംഭവം ഇവിടെ കറക്റ്റായിട്ട് ലേ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അവർ പല സമയത്തും അവർ പറയുകയും ചെയ്തു. പറഞ്ഞിട്ട് പോലും അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ഇതും ഇല്ലാണ്ട് അവർ പിന്നെയും ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ നിരന്തരമായ അന്വേഷണങ്ങളും നമ്മുടെ നിരന്തരമായ കംപ്ലൈന്റുകളും ഒക്കെ കൊണ്ടാണോ അവർ വന്നേ എന്താണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. നമുക്ക് കോർക്കട്ട് ചെയ്ത് പിന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് അങ്ങോട്ട് പോയി കാണാം. കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് തീരുമാനമാകാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ എന്താ പറയുന്നത് നമുക്ക് നോക്കാമല്ലോ. ഇപ്പം നമ്മൾ ഇവർ ഈ കോർക്കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണല്ലോ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ആ കോർക്കട്ട് ചെയ്തുകൊണ്ട് അവർ കോർക്കട്ട് ചെയ്തതിന് ശേഷം, അതായത് അവിടെ വെറ്റ്മിക്സ് മെക്കാഡം ഇടാത്ത സ്ഥലമാണ് അവിടെ കോർക്കട്ട് ചെയ്തത്. അവിടെ 4 സെൻറ്റിമീറ്റർ ഉണ്ടാകേണ്ട സ്ഥലത്ത് അവിടെ 2.8 ആണ് അവിടുത്തെ ടോപ്പിലെ ടാറിൻ്റെ. കാരണം 2.8 ആണ്. അവിടെ 4 സെൻറ്റി ഉണ്ടാകേണ്ടതാണ്. അവിടെ പോലും അതില്ല.
അപ്പോൾ ടോട്ടൽ അഴിമതി, ഈ കോൺട്രാക്ടർ എന്ന് പറഞ്ഞ വ്യക്തി ടോട്ടൽ അഴിമതിയാണ് നടത്തിയേക്കുന്നത്. അത് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ലെന്നെങ്കിൽ ഇവരെന്തിനാണ് ജീവിക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ അഴിമതി കണ്ടുപിടിക്കാനായിട്ടാണോ അതോ അവനെ വെള്ളപൂശാനായിട്ടാണോ ഇത് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കണ്ടതല്ലേ അവർ കോർ കട്ട് ഇട്ടതുണ്ട്. ഇത് 2.82, തേടത്ത് 2.6 ഉള്ളൂ. ആവറേജ് വന്നാൽ 2.5 2.6 അതാണ് ഉള്ളത്. അതാണ് ഈ മൊത്തത്തിൽ. അത് 4 സെൻറ്റി വേണ്ട സ്ഥലത്താണ് ഇത്രയും സംഭവം ഉള്ളത്. അപ്പം ബാക്കിയുള്ള കാശ് അടിച്ചു മാറ്റി ഇവർ ആരെ എങ്ങനെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് അടിച്ചു മാറ്റിയോ, അവർ കൈക്കൂലി വാങ്ങിച്ചോ, അതോ ഈ കോൺട്രാക്ടർ തന്നെത്താൻ തിന്നോ, ഇതൊന്നും നമുക്കറിയത്തില്ല. എന്താണെങ്കിലും സംഭവം ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഈ റോഡിൻ്റെ പോക്ക് ഇതാണ്. അപ്പം ഇതിൻ്റെ ഈ അഴിമതിയെക്കുറിച്ച് ശക്തമായ അന്വേഷണം ഉണ്ടാകണം. നമുക്ക് റോഡ് നന്നായി ചെയ്ത് കിട്ടണം. ഇതേ ആവശ്യമുള്ളൂ. നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഈ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് ഇളക്കി ചേർത്ത് വെറ്റ് മിക്സ് മക്കാഡോ എന്ന് പറയുന്ന സാധനം അല്ല കൊണ്ടിട്ടേക്കുന്നത്, ക്ലേ ആണ് കൊണ്ടിട്ടേക്കുന്നത്. ആ ക്ലേ ആണ് ഇളകികളെ മണ്ണ് മാരി ഇളകികളെ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ തകർന്ന ഭാഗത്തിൻ്റെ തൊട്ടടുത്താണ് അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ ഈ തകർന്ന ഭാഗം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിനടിയിൽ നിന്ന് ക്ലേ എങ്ങനെ ഒളിയോ. അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളാണ്. ഇതിനടിയിൽ കൂടെ പൈപ്പ് ലൈൻ പോകുന്നുണ്ടോ, ഇവിടെ ഊറ്ററവ ഉള്ളിടമാണോ? ഇവിടെ അങ്ങ് ഊറ്ററവയൊന്നും ഉള്ള സംഭവങ്ങളൊന്നും അല്ല. അടിയിൽ കൂടെ പൈപ്പും പോകുന്നില്ല. ആ പൈപ്പ് പോയി പൈപ്പ് ലൈനൊന്നും പൊട്ടുന്നില്ല. കാരണം ഇവിടെ ഈ റോഡ് നന്നായിട്ട് കിടന്നിരുന്ന സാധനമാണ്. ഇടയ്ക്ക് പോർട്ട് ഹോൾസ് ഉണ്ടായിരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഈ റോഡ് നന്നായിട്ട് കിടന്നത് തന്നെയാണ്. ആ പോർട്ട് ഹോൾസ് അടച്ച് അതിൻ്റെ മണ്ടയ്ക്കൂടെ 4 സെൻറ്റിയിൽ നമ്മൾക്ക് ബിറ്റുമൻ ഇട്ടിരുന്ന് ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ റോഡ് അടിപൊളിയായിട്ട് കിടന്നേനി. ഈ റോഡ് മര്യാദയ്ക്ക് നോക്കാൻ അവർക്ക് കഴിവില്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പിരിച്ചു വിടണമെന്നേ. പിരിച്ചു വിട്ടിട്ട് ആർക്കെങ്കിലും പ്രൈവറ്റൈസ് ചെയ്ത് ആർക്കെങ്കിലും കൂടെ അവരെങ്കിലും ചെയ്യട്ടെ. അവരെ നമുക്കൊന്നുമല്ല നാട്ടുകാർക്കെങ്കിലും ചോദിക്കാൻ പറ്റുള്ളൂ. ഇത് ഇവരെ ആരും ചോദിക്കാൻ പറ്റില്ല. ഇവരെല്ലാം യൂണിയനും കാര്യമൊക്കെ ഉള്ള ആൾക്കാരാണ്. പിന്നല്ല ഗവൺമെൻറ് സപ്പോർട്ടുള്ള ആൾക്കാരാണ്. നമുക്കൊന്നും മിണ്ടാനും എടുക്കാനും പറ്റില്ല. നമ്മൾ പോയി പഞ്ചപുച്ച ഉടക്കി കേട്ട് നിൽക്കണം. രാജാക്കന്മാരുടെ മുന്നിൽ നിൽക്കുന്ന മാതിരി ഇവിടെ മുന്നേ പോയി നിൽക്കണം. ഇവർ പറയുന്നത് കേട്ടുകൊണ്ട് പോകണം. ഈ നാട്ടിലെല്ലാ മനുഷ്യർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ളവരാണ്. അവരെ കാര്യങ്ങൾ ചോദിക്കുന്നത് ഇവർക്ക് മറുപടി പറയാനൊന്നുമില്ല. അപ്പം ഇതെല്ലാം തിരുത്തപ്പെടേണ്ടതാണ്. റോഡ് നന്നായി നമുക്ക് ചെയ്ത് കിട്ടണം. നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല.